എല്ലാവർക്കും നമസ്കാരം. കീഴിലത്തെ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തൊരു വീഡിയോ തന്നെയാണ്. നമ്മൾ ഇവിടെ തുരങ്കത്തിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അന്ന് വന്നപ്പോൾ നമുക്കിതിനകത്ത് വെള്ളം കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴും വെള്ളം ഇച്ചിരി കുറവാണ്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. നമുക്ക് ചാടി നീന്താനൊക്കെ കഴിയും. അപ്പോൾ നമ്മളിന്ന് ചാടി ഡൈവ് ചെയ്തൊക്കെ ചെയ്ത് അടിപൊളി സീനൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് നീന്തൽ അറിയാൻ പാടില്ലാത്തവർ ആരും വന്ന് ചാടുവോ അല്ലെങ്കിൽ ഇതുപോലെ അനുകരിക്കാനൊന്നും ശ്രമിക്കരുത്. നീന്തൽ അറിയണമെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലാതെ വന്ന് ചാടരുതെന്നാണ് പ്രത്യേകം പറയണേ. അപ്പോൾ നമുക്കിന്ന് ഈ വെള്ളത്തിൽ ചാടി ഇവിടുത്തെ അടിപൊളി വീഡിയോ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് സന്തോഷിച്ച് തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകാം. പക്ഷേ ഭയങ്കര വെള്ളമായതുകൊണ്ട് നമുക്ക് നീന്തി കയറി പോകണം. പക്ഷേ വെള്ളമാണ്, എന്നാലും നമുക്ക് കയറി പോകാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീട്ടിൽ നമ്മളതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അന്ന് വെള്ളം കുറവായിരുന്നു. അപ്പോൾ നമുക്ക് നടന്നു പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നടന്നു പോകാൻ പറ്റില്ല, നീന്തി തന്നെ പോകണം. അപ്പോൾ എന്നാലും നമുക്ക് സൈഡിൽ കൂടെ കടന്നു പോകാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ മച്ചന്മാരെല്ലാവരും വരികയാണെങ്കിൽ നമുക്ക് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് നീന്തി കളിക്കാം. അപ്പോൾ എല്ലാവരും വരും. ഇപ്പം നമ്മൾ ഈ ചാടണ ഭാഗത്ത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഇപ്പോൾ ഒരാളിൽ കൊണ്ട് താഴ്ചയൊക്കെ ഉണ്ട്. നമുക്ക് നിലയില്ലാത്തടത്തോളം താഴ്ചയുണ്ട്. അപ്പോൾ അത്ര പൊക്കത്തു നിന്നാണ് ചാടണേ. അത്യാവശ്യം നല്ല പൊക്കത്തു നിന്ന് തന്നെ നമ്മൾ ചാടണത് തന്നെ. നമ്മൾ അത്രയും ദൂരം ചാടി നമ്മൾ പോകാം. അവിടെ നിലയില്ല, നമുക്ക് നിന്നാൽ പോലും നിലയില്ലാത്ത രീതിയിൽ അത്രയും വെള്ളമുണ്ട്. അതാണ് നമ്മൾ നീന്തി അപ്പുറം കിടന്ന കരല്ല അപ്പുറം നീന്തി കിടക്കണേ. അവിടെ സൈഡിൽ നമുക്ക് കയറിയേക്കാം. അതാണ് അത്രയും ഇത് കാണുന്നത്. ഇപ്പോൾ ഈ ചാടുന്ന പൊക്കം കണ്ടോ, ഇതും അത്യാവശ്യം നല്ല പൊക്കത്തിൽ നിന്ന് നമ്മൾ ചാടാൻ നിൽക്കണേ. എന്നാൽ കല്ലിൻ്റെ മേളിൽ നിന്ന് ചാടണം. നമ്മൾ താഴ്ത്തിയിട്ട് ചാടുമ്പോൾ നല്ല താഴ്ചയുണ്ട്. വെള്ളം നമ്മുടെ കാലം നിലത്ത് മുട്ടില്ല, അത്രയ്ക്ക് വെള്ളമുണ്ട്. ഒരാൾ ഈ കൂടുതൽ പൊക്കത്തിൽ വെള്ളമുണ്ട് അവിടെ തന്നെ. അതിൻ്റെ പൊക്കത്ത് നമ്മൾ വെള്ളത്തിലേക്ക് കയറാണോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതാരും നിന്ന് ചാടുമ്പോൾ നീന്തലറിയാൻ പാടില്ല ചാടരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത്യാവശ്യം മുങ്ങിപ്പോകുന്ന രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട്. അത്ര ഉയരമുണ്ട് കേട്ടോ. വെള്ളം വന്നുണ്ടോ. ഇത് ശരിക്കും കാണുന്നത് നമ്മൾ ഈ കാണുന്ന ഈ മേളിൽ കോൺക്രീറ്റ് ഇല്ലാത്തവരെയും മുങ്ങി പോകുന്ന രീതിയിൽ വെള്ളം വരും ചില സമയങ്ങളിൽ. ഇപ്പോൾ ഇവിടെ ഷട്ടർ തുറന്നു വെക്കുന്നതുകൊണ്ടാണ് അത്രയും വെള്ളം കുറവ്. രണ്ടര ആളി പൊക്കത്തിൽ വെള്ളം തന്നെ ഇവിടെ വരും. പോയിക്കും നിലയുണ്ടാവില്ല ഒരിക്കലും. നല്ല അടിയൊഴുക്കുക വെള്ളത്തിന്. അപ്പോൾ അതുകൊണ്ട് നീന്തലറിയാൻ പാടാത്തതുകൊണ്ട് ചാടരുതെന്ന് പറഞ്ഞതാണ്. വെള്ളം ഇപ്പം നമുക്ക് ഒഴുക്കില്ലാന്ന് തോന്നും. കിടക്കണമെങ്കിൽ വെള്ളത്തിന് നല്ല ഒഴുക്കില്ലാത്ത രീതിയിൽ കിടക്കണ പോലെ കാണുന്നത്. പക്ഷേ അടിയൊഴുക്ക് നല്ല ഒഴുക്കാണ്. നമ്മൾ നീന്തിയ കയറാനില്ലാത്ത രീതിയിൽ നല്ല ഒഴുക്കുണ്ട്, അടിയൊഴുക്ക്. ആ കാണുന്ന പൊക്കത്തോളം ആ പുല്ലിൻ്റെ അവിടെ വരെയല്ലോ ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗം, അതൊക്കെ മുങ്ങിപ്പോകുന്ന രീതിയിൽ വെള്ളം വരും. അവിടുത്തെ 3 ഷട്ടർ തുറന്നു വെച്ചിരിക്കുന്നതാണ്. വെള്ളം കുറവായിട്ടിരിക്കണേ. അപ്പോൾ അത് പൊക്കി താത്തി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മൊത്തം മുങ്ങിപ്പോകും. അപ്പം തന്നെ ഒരു രണ്ടാളി പൊക്കത്തോളം വെള്ളം അപ്പം തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഒരാളിൽ കൂടുതൽ താഴ്ചയുണ്ട്. ഒരാളിൽ കൂടുതൽ താഴ്ചയിൽ വെള്ളത്തിന് ഹൈറ്റ് ഉണ്ട്. അതിൽ കൂടെ സൈഡിൽ കൂടെ നമുക്ക് കടന്നു പോകാം. അവിടെ ഇപ്പോൾ കാടൊക്കെ പിടിച്ചെടുക്കുക. ഇപ്പം നേരത്തെ ഒരുപാട് കുറച്ച് നാൾ മുമ്പൊക്കെ നമ്മൾ സീറ്റും ഇവിടെ കുളിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഈ സൈഡിൽ കൂടെ നടന്നു പോയി നമുക്ക് ആ സൈഡിൽ കൂടെ പിടിച്ച് കണ്ട്. അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കടന്നു പോകാൻ. അവിടെ കല്ല് ഇങ്ങനെ പാറ തള്ളി നിൽക്കുന്നതുകൊണ്ട് കടന്നു ഒത്തിരി മല്ലുണ്ട്. പക്ഷേ എന്നാലും സൈഡിൽ കൂടെ ചവിട്ടി കടന്നു പോകാം നമുക്ക്. അപ്പോൾ നേരത്തെ നല്ല വഴിച്ചാലുണ്ടായിരുന്നു. നടന്ന് നല്ല വഴിയായിരുന്നു. പിള്ളേരൊക്കെ വന്ന് ചാടണം. ഈ കാണാൻ പൊക്കത്തിലൊക്കെയാണ് കെട്ടിൻ്റെ മേളിൽ നിന്ന് വരെ ഞങ്ങൾ ഓടി വന്ന് ചാടുമായിരുന്നു. ഇപ്പോൾ അതിലൊന്നും കയറിയപ്പോൾ അധികം പിള്ളേരൊന്നും കുളിക്കാൻ വരവില്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ വരവില്ല ഇവിടെ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എപ്പോഴും എപ്പോഴും ഇതായിരിക്കും. വെക്കേഷൻ ടൈമിലൊക്കെ ഞങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ഇവിടുന്ന് കയറി പോകാറൊക്കെ. അതുപോലെ ഇവിടെ എപ്പോഴും ആളുണ്ടാവും. ഇപ്പോൾ വരവ് കുറേ എല്ലാവരും വീട്ടിൽ തന്നെയൊക്കെ കുളിയായതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ വന്നില്ല. അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ സാധനം കണ്ട് സൈഡിൽ തൂങ്ങി കിടന്ന് അതിൻ്റെ അകത്തേക്ക് കയറി പോകുന്നത് വെള്ളമുള്ള സമയത്ത്. വെള്ളം ഇല്ലാത്തപ്പോൾ നമുക്ക് നടന്നു പോകാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു, കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് വെള്ളമുള്ള സമയത്ത് നമ്മൾ അതിൽ കൂടെ തൂങ്ങി പോകണം, പിടിച്ച് പോകാനായിട്ട്. അവിടെ നിന്ന് കൂടെ ഒഴുക്കുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് നീന്താനവിടെ എത്തുള്ളൂ. പക്ഷേ മുകളിൽ ഇങ്ങനെ വെള്ളം കിടക്കുകയാണെങ്കിൽ ഒഴുക്കില്ലാന്ന് തോന്നുള്ളൂ. പക്ഷെ നല്ല ഒഴുക്കുണ്ട്, അടിയൊഴുക്ക് നല്ല ഒഴുക്ക് അവിടെ. അതുകൊണ്ട് മുങ്ങിപ്പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നീന്തി കയറുക. നമ്മളവിടെ വെള്ളം പറഞ്ഞ തുരങ്കത്തിൻ്റെ അങ്ങത്തേക്ക് നീന്തി കയറണം കാണുന്നത്. നീന്തി കയറും. അത്യാവശ്യം നല്ല രീതിയിൽ നീന്താൻ അറിയാവുന്നവർ വന്ന് നീന്തി കഴിഞ്ഞാൽ അകത്തേക്ക് കയറി നീന്തി പോകും. പിന്നെ അവിടെ ചെന്ന് അവിടെ കെട്ടിയ തൂങ്ങി നോക്കി കിടക്കാൻ കഴിയും. അതിൽ പിടിച്ച് ഇനി വെള്ളം ശരിക്കും മേളിൽ വെള്ളം പാടുണ്ട്. സൈഡിൽ കൂടെ വെള്ളത്തിൻ്റെ പാടുന്നുണ്ടോ. ആ ലെവലൊക്കെ വെള്ളം വരും. ആ പൊക്കത്തെ കോൺക്രീറ്റ് മൂടി കിടക്കാവുന്ന രീതിയിൽ വെള്ളം വരാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പോകാൻ എളുപ്പമുണ്ട്. ഇങ്ങനെ തൂങ്ങി പോയാൽ നമുക്ക് അത്രയും ഭാരം തോന്നില്ല. ഇപ്പോൾ ഇച്ചിരി വെയിറ്റ് കൂടുതലായിട്ട് തോന്നുന്നു. വെള്ളം നമ്മുടെ അരഭാഗത്തോളം വെള്ളത്തിന് മേളിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് കൂടുതലായിരിക്കും, കൈയൊക്കെ വേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ അകത്ത് പോകാനായിട്ട് പറ്റുള്ളൂ, തൂങ്ങി പോകാൻ പറ്റുള്ളൂ.
അതുകൊണ്ടിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് പോകാൻ പറ്റണില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ തിരിച്ച് ഇങ്ങനെ തന്നെ നീന്തി പോരുക. അവിടെ നിന്ന് കഴിഞ്ഞാൽ മുങ്ങി പോകുന്ന രീതിയിൽ വെള്ളമുണ്ട്. അടി പോലും കാണാൻ പറ്റില്ല നമുക്ക്. അടിഭാഗം, വെള്ളത്തിൻ്റെ അടിഭാഗം പോലും കാണാൻ പറ്റില്ല. അടിവശം സൈഡിലെ കോൺക്രീറ്റ് ഒക്കെ വെള്ളം ക്രമേണ അത് വെള്ളം കിടന്ന് ഇങ്ങനെയൊക്കെ കുറേയൊക്കെ പോയി അടന്നു പോയി. അപ്പോൾ സൈഡിൽ കൂടെയൊക്കെ ചവിട്ടി നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയും. ചെറിയ പൊത്തുകളൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ. അന്ന് കോൺക്രീറ്റ് അടന്നു പോയി പാടൊക്കെ ഉണ്ട്. അതിൽ കൂടെ ചവിട്ടി നിന്നൊക്കെ അങ്ങോട്ട് പോകാം. നീന്താമെങ്കിൽ കുഴപ്പമില്ല. അവിടെ വരെ നീന്തി പോകാം. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നീന്തി അവിടെ വരെ ചെന്നു. അവിടെ ശരി പൊത്തുണ്ട്. ആ പൊത്തിലൊക്കെ നമുക്ക് വെള്ളമുള്ളതുകൊണ്ട് വേറെ കുഴപ്പമുണ്ടാവില്ല. എന്നാലും ചില മീനൊക്കെ ഉണ്ടാവും. മീനൊക്കെ കിടക്കണ്ട അതിനുള്ളിൽ കിടക്കുക. മീനൊക്കെ ഉള്ളതുകൊണ്ട് പേടിക്കാം. നീർക്കോലിയൊക്കെ ഉണ്ട്. അത് കാരണം ചെന്നപ്പോൾ തന്നെ ഞങ്ങളൊരു നീർക്കോലിനെ കണ്ടായിരുന്നു. അതിനെ കല്ലെറിഞ്ഞ് ഓടിച്ച് കളഞ്ഞ് ഞങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചാടിയത് തന്നെ. അപ്പോൾ ചെറിയ നീർക്കോലികളൊക്കെ ഉണ്ടാവും. അത് നോക്കണം. അതൊക്കെ അതിൻ്റെ പൊക്കത്തിൽ നിന്ന് ചാടാനായിട്ട് എടുക്കണ സൈഡൊക്കെ അടന്നു വയ്ക്കണുണ്ടോ? അതൊക്കെ ഇത്രേൻ്റെ പഴക്കം കൊണ്ട് അടന്നു വയ്ക്കണം സൈഡൊക്കെ. അതിൻ്റെ ആ സൈഡിൽ നമുക്ക് നടന്ന് വരാൻ പറ്റും. നീന്തലാണെങ്കിൽ മാത്രമേ നടന്ന് വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുങ്ങിപ്പോവും. അപ്പോൾ അതിലിങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടക്കാം. ഇങ്ങനെ അത്യാവശ്യം നീന്തി നമ്മൾ അതിൻ്റെ അറ്റത്തെ കോൺക്രീറ്റിൽ പിടിച്ച് നല്ല ചെറിയ പൊത്തുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഹോളിലൊക്കെ പിടിച്ച് നമുക്ക് അവിടെ തൂങ്ങിക്കിടക്കാൻ കഴിയും. കാലം നിലത്ത് മുട്ടില്ല, വെള്ളത്തിലും മുട്ടും. വെള്ളത്തിൻ്റെ അടി പോലും മുട്ടില്ല, അടിഭാഗത്ത് മുട്ടുപോലില്ല. പക്ഷെ വെള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞ് കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്. അതായാലും മുങ്ങിപ്പോകും. എന്തായാലും നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് നീന്തി കുളിക്കാൻ നല്ല വെള്ളമാണ്. നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. നല്ല തണുപ്പുണ്ട്. നല്ല സുഖമായിട്ട് ചാടി നീന്തി കുളിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ കുളിക്കണ വളരെ നമ്മൾ ഒരു വീഴ്ചയിലൊക്കെ കുളിക്കണം വെള്ളത്തിൽ ഷവറിൽ നിന്നൊക്കെ. പക്ഷേ ഇതാകുമ്പോൾ നന്നായിട്ട് മുങ്ങി നമുക്ക് ശരിക്കും ചാടി നീന്തി കുളിക്കാം. നന്നായിട്ട് ആസ്വദിച്ച് നമുക്ക് കുളിക്കാനൊക്കെ കഴിയും. നല്ല വെള്ളമാണ്. നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. അഴുക്കൊന്നുമില്ലാത്ത നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. അപ്പോൾ ഇടയ്ക്ക് വരിക, നമുക്കിതുപോലെ ചാടി കുളിക്കാം. അപ്പോൾ നിങ്ങളും വരുവാണെങ്കിൽ ആരെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ പോലും കുട്ടികൾ ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറക്കരുത്. നീന്തൽ അറിയാമെങ്കിലും കൂടെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ വെള്ളത്തിൽ ഇറക്കാവുള്ളൂ. ഇത് കണ്ട് വെള്ളത്തിൽ ഇറക്കാൻ ശ്രമിക്കരുത്. കൊച്ചിന് നീന്തൽ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിറക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ആരും നീന്തൽ അറിയാൻ പാടാത്ത നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു സ്ഥലത്ത് ചെന്നാൽ പോലും നമുക്ക് നീന്തൽ അറിയാമെങ്കിൽ മാത്രമേ വെള്ളത്തിൽ ഇറക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം ഒഴുക്കുള്ള വെള്ളത്തിലാണെങ്കിലും ഒഴുക്കില്ലാത്ത വെള്ളത്തിലാണെങ്കിലും നമ്മൾ ഒരു കാരണവശാലും വെള്ളത്തിൽ പിള്ളേരെ ഇറക്കരുത്, നമ്മളും ഇറങ്ങരുത്. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോയാലും ഇറങ്ങരുത്. അപ്പോൾ അത് പ്രത്യേകം പറയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മച്ചന്മാരെ, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നവരത്തേക്കും ബൈ.